പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിനിയും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ കോളേജിന് 75 വയസ്സാകാൻ പോവുകയാണ്. രാജ്യത്തിന് മഹാരഥന്മാരെ സംഭാവന ചെയ്ത നമ്മുടെ കോളേജ് രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്ലാറ്റിനം ആഘോഷങ്ങൾക്ക് നിങ്ങളുടെ കലാപരിപാടികൾ വർണ്ണം നൽകട്ടെ. നിങ്ങൾ കോളേജിൽ പ്ലാറ്റിനം ജൂബിലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ എന്താണെന്ന് ഉടൻ ഓഫീസുമായി അറിയിക്കുക എന്ന് അഭിമാനപൂർവ്വം ബെഞ്ചമിൻ ബ്രൂണോ. അല്ല ടീച്ചറെ, ഇത് കോളേജിന്റെ 75ാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയില്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇനി മിണ്ടാതിരുന്ന് നന്നായിട്ട് പഠിക്കാൻ നോക്ക് കേട്ടോ. ടീച്ചറെ, എന്തോ ഈ കുട്ടിയുടെ കയ്യക്ഷരം വളരെ മോശം, നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചറെ പഠിപ്പിച്ചോളൂ. ശരി സാർ. ഞാനിവിടുത്തെ സീനിയർ പിയൂൺ ആയതുകൊണ്ട് ബഹുമാനത്തോടു കൂടി സാറെന്ന് പറഞ്ഞാണല്ലോ. അതെ തങ്കപ്പാ. അല്ല, കളിയാക്കിയല്ലോ. അപ്പൊ പ്ലാറ്റിനം ജൂബിലിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻസിപ്പൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കഥകളിയോ? ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള മുട്ടായി ഉണ്ടല്ലേ, പക്ഷെ കപ്പലണ്ടി മുട്ടായിയുടെ അത്ര ടേസ്റ്റ് ഉള്ളൊരു മുട്ടായി വേറെ ഇല്ലല്ലോ അളിയ. നാരങ്ങോട്ടായി മാത്രമൊന്നുമല്ല, എൻ്റെ ഒക്കെ ചെറുപ്പത്തിലേ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു മുട്ടായി കിട്ടും, കടിച്ചാപ്പറച്ച്. കടിച്ചാപ്പറച്ച് തന്നെ വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ പല്ലിൽ ഒട്ടി പിടിക്കും. ക്ലാസ്സിൽ പോകണം. അത് എപ്പോൾ കിട്ടുക മുട്ടായി? ഇപ്പൊ കിട്ടുമറിയില്ല. നീയൊക്കെ എവിടെ പോയി കിടക്കായിരുന്നടാ? കപ്പലിൻ്റെ വിട്ടാ വാങ്ങിക്കേ. അയ്യേ, കപ്പലിന്റെ വിട്ടായി കൊച്ചു പിള്ളേരെ പോലെ കപ്പലിന്റെ വിട്ടായി നിന്ന് നടന്നോ? നമ്മുടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വരാൻ പോണ്. ഓ, നമ്മുടെ കോളേജിന് 75 വയസ്സായി. അതാണ്ട പിള്ളേർക്ക് നോട്ടീസ് കൊടുത്ത് പരിപാടി ചെയ്യണവര് പ്രിൻസിപ്പായിട്ട് ബന്ധപ്പെടാൻ. അതിനാ പിള്ളേരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത്. പരിപാടി ചെയ്യാനുള്ള പരിപാടിയായി. അത് പരിപാടിയോ? പ്ലാനിങ് വല്ലതും ആയിരിക്കും. പ്ലാനിങ് പരിപാടി. എടാ, നമ്മൾ ഒറ്റയ്ക്കുന്ന ഒരു പരിപാടിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മറ്റേ സൈറ എമിലി ടീമില്ലേ, ഓരോ കൂടെ പരിപാടി എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും നോക്കാം. ഞാൻ അവളുമാരെ കൂടെ പരിപാടി ഞാനില്ല, നീ വേണമെങ്കിൽ പോ. അവനിവിടെ നിന്നോ, ഞങ്ങൾ നോക്കാം. അല്ല, അങ്ങനെയല്ല, ഞാൻ കൂടെ വരാം. എടി, എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കൂടെ നമ്മുടെ ക്ലാസ്സിലുള്ളവർ മാത്രം മതി. ഇനിയിപ്പോ ആരാ പുതിയതായിട്ട് പറഞ്ഞേ? നമ്മളെ ധാരാളം, അത് മതി. എടി, പിന്നെ സെക്കൻഡ് ഇയർ പിള്ളേര് തിരുവാതിര കളിക്കുന്നുണ്ട്. നമുക്ക് എന്താടി പരിപാടി? വെറൈറ്റി തന്നെ വേണം. കളിക്കുമോ? ഓ, പിന്നെ നല്ല ഐഡിയ. മാറും കളിക്കൂല. ഒപ്പന നല്ല വെറൈറ്റിയാണ്. ചുമ്മാ കളിക്കില്ലേ, നിങ്ങൾക്കൊന്നും പറയാനും ഒപ്പന കളിക്കുന്നത്. ഞാൻ ഒരു ഐഡിയ പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്തായാലും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. വെറൈറ്റി ആയിട്ട് ഡാൻസോ മൈമോ അങ്ങനെ എന്തെങ്കിലും. പറയാൻ കാര്യം പറ. എന്റെ ഒരു കസിനെ വിളിച്ചിട്ട്, അയാൾ കോറിയോഗ്രാഫറാണ്, ടിവിയിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അയാളെ വിളിച്ചിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? എല്ലാം അറിയാം. അങ്ങേർക്ക് അറിയാം. നീ ചുമ്മാ നീ വിളിക്കും, ഞാൻ റെഡിയാ. അപ്പൊ നമുക്ക് അയാളെ വിളിച്ചിട്ട് എന്നാ തുടങ്ങേണ്ടത് ലിസ്റ്റ് കൊടുക്കണം. അതെ, ഇന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പളിന്റെ ലിസ്റ്റ് കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം? ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. പ്ലാറ്റിനം ജൂബിലിയാണ് വരുന്നത്. നമ്മൾ ആരുടെ മുമ്പിലും മോശക്കാരാകാൻ പാടില്ല. അറിയാലോ, നമുക്കിവിടെ കോളേജിൽ ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളതാ. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പരിപാടി ഗംഭീരാവും. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാ പരിപാടി കോളാവും. സത്യം. ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്റ്റോപ്പ് ദിസ് കൈൻഡ് ഓഫ് നോൺസെൻസ്. ചിരിക്കുന്നോ? നിങ്ങൾ പോയേ, ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണത് അവിടെ. ഞങ്ങൾ വന്ന് നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. അതുപോലെ നമുക്ക് ആയാലോ? ചുമ്മാതിരിക്കും സേറാ. അതൊന്നും വേണ്ട. നിങ്ങൾ പോകുന്നോ ഞങ്ങൾ പോണോ? നിങ്ങൾ പോണം. നമുക്ക് പോവാം. നിങ്ങൾ ആ റോഡിലോട്ട് ഇറങ്ങി വൈകിട്ട് അടിച്ച് പാടിക്കും. ആ പിള്ളേര് പറഞ്ഞതാണ് ശരി. എന്ത് ശരി? ആ റോഡിലോട്ട് ഇറങ്ങി വയറ്റത്തടിച്ച് പാടാം. പിന്നെ ഒരു മാപ്പിളപ്പാട്ട് പാടിയാൽ മതിയായിരുന്നു. അത് നടക്കും. എന്റെ അറഫന മുട്ട്. കരകാണ കടലില മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലില മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ.
ഈ തവണ ഇവിടുത്തെ സൂപ്പർ ഡാൻസേഴ്സ് നമ്മളങ്ങ് തെളിയിക്കണം. ആ അതെ, ഇവിടുത്തെ റിയൽ ഡാൻസേഴ്സ് നമ്മളാണെന്ന് തീർച്ചയായിട്ടും തെളിയിച്ചേ പറ്റൂ. നിങ്ങളാരും പറഞ്ഞു? അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ ഇല്ലേ? ഞങ്ങളെവിടെ നോക്കിക്കോളാം, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചു? നിങ്ങൾ എവിടുത്തെ ഡാൻസേഴ്സാ? നിങ്ങളെ കൂടെ ഇല്ല. നിങ്ങളുടെ കൂടെ അവിടെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലോ? എന്നാ മനസ്സിലായിക്കോ. ആ കളിച്ചോ. എന്താണ് ആരും നമ്മളെ കൂട്ടത്? It was a very brilliant program done by them. Awesome it will be. Okay. Yes. That should be. Similarly. നിങ്ങൾ എന്ത് പ്രോഗ്രാം ചെയ്യണോ? ഒപ്പന, നാടോടി നൃത്തം ഞങ്ങളുടെ കൂടെ ചേർക്കോ? It's English drama. It's like for 7 stages of life by William Shakespeare. Yeah, you that's know? right. We're going to say the 7 stages of the Shakespeare's life. It'll be awesome. From the kid, from infant to English, After we do after this youth. drama, it is going to be very brilliant. Awesome. It will be beautiful. The 7 stages, you know, that We're showing from the the stage kids, infants, Yes. youth, adult. Yeah, it's like full stages. What under he did, and what are the things he going to do, what he was before death, and still it'll be awesome. It'll be fantastic. You know. എന്താ അഭിനയിക്കുന്നോ? പ്രോഗ്രാമിന് ഇനി അധികം ദിവസമല്ല, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഞാൻ നിങ്ങളെ കൂടെ നിന്നാണ് ഇപ്പൊ ആകെ പ്രശ്നമായത്. ഛേ രവിയണ്ണ, എന്താണ് എന്നെ ഇപ്പൊ ഒറ്റ അടുപ്പിക്കില്ല. എട്ടി പോവേ അങ്ങോട്ട്, കൂടെ വന്നിട്ട് കുത്താതെ. നീ ഇപ്പൊ എവിടെ പോവാൻ? പുറിജു, എടാ നമ്മൾ ഡെസ്പായാൽ ശരിയാവില്ല. ഈ പ്രശ്നത്തിൽ നമ്മൾ തറ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താടാ, നമുക്കേ ഒരു പ്രോഗ്രാം ലിസ്റ്റ് കൊടുത്താലോ? ആർക്ക്? പ്രിൻസിപ്പളിന്. എന്താടാ ഈ പറഞ്ഞത്? പ്രോഗ്രാമിന്റെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ലിസ്റ്റ് കൊണ്ട് കൊടുക്കുക? അത് ശരിയാണ്, എനിക്ക് പറ്റില്ല. ഇവിടെ നീ കൂടെ വന്നാ മതി. രവിയണ്ണ, എനിക്ക് തലവേനടേ. ഊരാൻ നോക്കല്ലേ? അല്ല, നീ 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 വാ, പോ. എവിടെ വാ? പുറിഞ്ചു പോവാന്നോ? ആ പോവാ, അതന്നെ പറഞ്ഞേ വാ. ചില സമയം ഇന്ത്യ നോക്കിയാൽ കാണും. ഇത് എവിടെ കിടക്കണം? ഇങ്ങോട്ടൊക്കെ മാറിയ എന്തൊരു പാടപ്പാ. സാർ എന്താടേ? എന്തൊരു വായിച്ചു നോക്കി സാർ. അന്ന് വന്ന പോലത്തെ നിവേദനമല്ലം തന്നെ ഭാഗ്യം. പാട്ട് പ്രദീപ് കുമാർ മുഹമ്മദ്, കൂടെ രവി. നാടകം മുഹമ്മദ് പ്രദീപ്, കൂടെ രവി. നൃത്തം പ്രദീപ് മുഹമ്മദ്, കൂടെ രവി. മിമിക്രി മുഹമ്മദ് പ്രദീപ്, കൂടെ രവി. എന്താണ് പേരായി കളിച്ചതാ? പരിപാടിക്കുള്ളതാണ്, നമ്മളെ പ്ലാറ്റിനം ജൂബിക്കുള്ള പരിപാടിക്കുള്ളതാ. ചിരിപ്പിക്കാൻ പോടെ. അല്ല സാറേ, ഞങ്ങൾ നന്നായിട്ട് ചെയ്യും. ഈയിടെ അവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യടേ. ഈ ആൾക്കാർ മുമ്പ് ഗോഷ്ഠി കാണിക്കണമല്ല ഈ കലാപരിപാടി. അതിന് ജന്മാസന വേണം, ജനുസ് വേണം, ദൈവകടാക്ഷം വേണം. കുറഞ്ഞ വർഷം നല്ല കുടുംബത്തിലെങ്കിലും ജനിച്ചിരിക്കണം. ഞാൻ സദാ കൂടെ ഉണ്ട് സാർ. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കുടുംബത്തിൽ ജനിച്ചിരിക്കണമെന്ന്. അതിന് ഇപ്പോൾ നിനക്കൊക്കെ പറ്റിയത് ഈ സ്റ്റേജിൽ ഗുരുത്വര കെട്ടാനാ, പേപ്പർ ഒട്ടിക്കാനാ, കട്ട മരിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യ്, പോ ഇല്ലേ പോളെ എവിടെ എടുത്താൽ വേണ്ടി. സാർ എന്തേ? സമ്മതിച്ചു സാർ. ഈ കോളേജിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഗസറ്റ് റാങ്കുള്ള അമ്മയില്ല, അച്ഛനില്ല, പണമില്ല, പ്രതാപമില്ല, ജെൻസില്ല. പക്ഷെ സാർ ഒരു കാര്യം ആലോചിക്കണം. ലോകത്ത് വലിയ വലിയ കലാകാരായി മാറിയവരൊക്കെ കുപ്പത്തൊട്ടിൽ നിന്ന് വന്നവരാണ് സാർ. ഈ കോളേജ് മുഴുവൻ പരിപാടിയുടെ പേരിൽ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ കൂടെ കാണും. അതുണ്ടായില്ലല്ലോ സാർ. പാവപ്പെട്ടവൻ്റെ കല ഇവിടെ ആർക്കും വേണ്ടല്ലേ സാർ?
പാവപ്പെട്ടവന്റെ കല പട്ടിക്ക് വല്ലതും കണ്ടല്ലേ സാർ? പക്ഷേ ഞാൻ പറഞ്ഞത് നീ വേണ്ട സാർ, വേണ്ട സാറേ. സാറൊന്നും പറയണ്ട. എന്തറിയാം, നമ്മളെ ദൈവം ഉണ്ടല്ലോ, ദൈവമാണ് ഇപ്പോൾ കൈവിട്ടത്. ഇനി ആരുണ്ട് സാർ? നിങ്ങളുടെ സമ്പന്നന്മാരെല്ലാം കൂടെ ആഘോഷിക്കും സാർ, ആഘോഷിക്കണം. നമ്മൾ പാവപ്പെട്ടവരുണ്ടല്ലോ, വേദനയാണ്. നീ എന്തിനാ ചുമ്മാ കരയല്ലേ? കാര്യം എന്തറിയാം, പാവപ്പെട്ടവൻ്റെ കണ്ണീര് ഇവിടെ ആർക്കും വേണ്ടറാ. നിന്റെ അമ്മ നിങ്ങൾ പരിപാടി അവതരിച്ചോ? ചെല്ലേ അവതരിപ്പിക്കേ ചെല്ലേ. വേണ്ട സാർ, ഞാനിനി എന്റെ കാലിൽ ചെലങ്കാണയില്ല. ഞങ്ങൾക്കുണ്ട് സാർ അഭിമാനം. നമ്മളില്ലേ സാർ? ഇല്ല. എടേ, നിങ്ങൾ ഈ മിമിക്രി നാടകം നൃത്തം എന്നൊക്കെ പറയാതെ വല്ല നല്ല വെറൈറ്റി പ്രോഗ്രാംസ് അവതരിപ്പിക്കണേ. നീ കരയല്ലേ? അതിനുള്ള അനുമതി ഞാൻ തന്നില്ലേ? ഇല്ല സാർ, പാവപ്പെട്ടവരെല്ലാവരും കൊന്നതാണ് സാർ. ചുമ്മാരി പാവപ്പെട്ട ഞങ്ങൾ വിട്ടേക്ക് സാറേ. പാവപ്പെട്ടല്ലേ സാർ? പരിപാടി ചെയ്യേ, ഞാൻ പറഞ്ഞില്ലേ? പരിപാടി ചെയ്തോ? ചെയ്യട്ടെ സാർ. സമാനിപ്പിച്ച് കൊണ്ടുപോകാനേ ഞാൻ പറഞ്ഞല്ലോ ചെയ്യാൻ. വീട്ടിൽ ചെന്നാലും ഇനി ഉറക്കം വരൂല, അവിടെ സ്വസ്ഥതയില്ല. ഇനി യൗമാരും കൂടെ അങ്ങനെ നമ്മൾ നേടി. ഇപ്പൊ ബോധ്യപ്പെട്ടാടാ സീനിയറിന്റെ ബുദ്ധി. ഇതാണ്ടാ പറയണത്, സീനിയർ എന്നും സീനിയറാണ്. നമ്മൾ നേടി സീനിയർ, എപ്പോഴും സീനിയർ സീനിയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ നമുക്ക് വെറൈറ്റി പ്രോഗ്രാം ചെയ്യണം അല്ലേ? ഏടാ, ഡാൻസ് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നടക്കൂടാ. ഇപ്പോഴത്തെ പിള്ളേരോട് ഡാൻസ് കളിച്ച് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? എന്നാൽ ആലോചിച്ച് എന്തെങ്കിലും വെറൈറ്റി കിട്ടും. നിനക്കൊന്നും വീട്ടിൽ പോറായില്ലേ? ചവിട്ടി പുറത്താക്കണോ? ഞാൻ ഏറ്റടയ്ക്കണോ എനിക്ക്? വേണ്ട വേണ്ട, ഞങ്ങൾ പൊക്കോളാം. ആ എന്നാ പൊക്കോ. അളിയ ചവിട്ട് കടകം വെറൈറ്റി പ്രോഗ്രാം ആയിരിക്കും. ചവിട്ട് നാടകം വെറൈറ്റി ആണ്. പക്ഷെ അത് ആർക്കാ അറിയാമോ? എനിക്ക് ചവിട്ട് നടത്തതിന്റെ ഒരു ബെസ്റ്റ് ഒരു ഉസ്താദിനെ എനിക്കറിയാം. അതാര്? എന്റെ അപ്പച്ചിയുടെ പോയി കുരുടി രാജു. ആ ചെറ്റിയോ? ഞാൻ അങ്ങനെ ചെറ്റാ കിട്ടാന്നൊന്നും വിളിക്കാനൊന്നും വേണ്ട. അയാളെ പറ്റി നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അയാൾക്ക് ഒരുപാട് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് നാടകത്തിനൊക്കെ. ഈ ട്രോഫി എന്ന് പറയണതേ നാടകം കഴിഞ്ഞ ഉടനെ കൊടുത്താ, അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് കൊടുത്താ. ഇല്ല, നാടകം തുടങ്ങണതിന് മുമ്പേ കൊടുത്തു. ഇങ്ങനെ പറഞ്ഞ എപ്പോഴും മനസ്സിലായ ഗുണം കേട്ടോ. അപ്പം ഭയങ്കര സീനിയർ കളിയാണ്. സംഭവം വെറൈറ്റി ആണ് ചവിട്ട് നാടകം. അപ്പൊ അത് ചെയ്യുന്നതല്ലേ നല്ലത്. അതിൽ പിടിച്ചാലോ? അതിൽ പിടിക്കാം. നിങ്ങൾ കോൺഫിഡന്റ് ആണാടേ? പുറിഞ്ഞു കോൺഫിഡന്റ് ആണോ? ഞാൻ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണ്. പിന്നെ എല്ലാരും കൂടി കോൺഫിഡന്റ് ആണോ? പിന്നെ ആർക്കാ കുഴപ്പം? പ്രിൻസിപ്പൾ പറഞ്ഞ ചവിട്ട് നാടകമായിട്ട് ആരും വരൂല, ഉറപ്പാ. വെറൈറ്റി പ്രോഗ്രാം അങ്ങനെ ചവിട്ടാടാൻ വെച്ച് ആരും വരും. വെറൈറ്റി ഡ്രസ്സാണ്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ സാധനം കൊച്ചിലെ. അപ്പൊ ഉറപ്പിക്കാം ചവിട്ട് നാടകം. ഉറപ്പിച്ച്. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? അല്ല ഇങ്ങനെ ഒരു സീനിയർ അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയൊരു ആശാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? എടായി വീട്ടിലില്ല, പിന്നെ ഇപ്പൊ എവിടെ പോയി തപ്പാനാ? കടയിലൊന്നും ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കല്ലേ? അണ്ണ ഇവിടെ രാജു എണ്ണ കണ്ട? ഏത് രാജു? കുരുടി രാജു. ആ കടന്നു വണ്ടി വല്ല പിടിച്ചാണോ? ഇത് വെള്ളം പിടിച്ചാണ്. എന്താ എന്തൊരു തേജസ്സടാ. എന്താടാ ഇളങ്ങനെ? അതൊന്നും കാര്യം കേട്ടോ. ഒന്ന് എണ്ണിപ്പിച്ചെടുത്ത ആള് കളികളാണ്. അണ്ണ എഴുതിക്കണ്ണ. അണ്ണ ഞാൻ പ്രദീപണ്ണ, അണ്ണന്റെ മാവന്റെ മോൻ. നീ പോടാ തേണ്ടി അങ്ങോട്ട് എഴുതി പോയി. പ്രദീപണ്ണ എഴുതിക്കട്ടോ. നീ എപ്പോഴാ? ഞാൻ നിന്റെ ഇപ്പൊ സ്വപ്നം കണ്ടത് ഈ റോട്ടിൽ കിടന്നിട്ട്. അണ്ണനെ കാണാൻ ആരൊക്കെ വന്നെങ്കിലും പോയാണ്. മക്കളെ എന്താ അത് തന്നെ ഈ തണ്ടി എതിരിടാവണമെന്ന് അണ്ണനെ കാണാനല്ല എല്ലാരും വന്ന്. ഇങ്ങനെയാണ് സംസാരിക്കണത് അണ്ണ. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അണ്ണനെ കാണാൻ വേണ്ടി വന്നാണ് എല്ലാരും. എനിക്കറിയാം മക്കളെ, അവസാനം ബുദ്ധിമുട്ടപ്പോ
കരയല്ലേ അണ്ണ? മച്ചമ്പി അണ്ണ കരയല്ലേ? മച്ചമ്പി എനിക്ക് മച്ചമ്പി ചവിട്ട് നാടകം പഠിപ്പിച്ചു തരണം. ചവിട്ട് നാടകം പഠിപ്പിച്ചു തരണം. നമ്മുടെ മണ്ണിലെ രാജാംഗത്തിൽ രാജാക്കന്മാമല്ലോ. പിന്നെ അണ്ണാ നാളെ നമ്മുടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയാണ്. പരിപാടി കലാപരിപാടി ചവിട്ട് നാടകം. അണ്ണാ ഞങ്ങളെ പഠിപ്പിക്കണം. മൺമണിഞ്ഞ പോലെ കളറ് വേണം. മൺമണിഞ്ഞ് പോലെ കാണുമല്ലോ. അപ്പൊ നാളെ വരുമോ? ഇന്ന് വരാം. ഇന്ന് വരണ്ട. ഇന്ന് എണ്ണ കുടിച്ചിട്ടുണ്ട്. നാളെ കുടിക്കാതെ പറഞ്ഞു. കുടിക്കാതെ എടാ കഴയും കുടിയും കുരുടിയും കൂടി കുഴക്കില്ല. കഴയും കുടിയും കുരുടിയും തമ്മിൽ കൂട്ടി കുഴക്കല്ലോ. മനസ്സിലായി. അണ്ണപ്പ നാളെ പറഞ്ഞു കേട്ടാ. ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടാ? വേണ്ട ഞാൻ കൊണ്ടാക്കാം. നീ പോടാ. ഞങ്ങൾ വേണം വീട്ടിൽ കൊണ്ടാക്കാം. വണ്ടിയുണ്ട്. വേണ്ട ഞാൻ പോയിക്കോളാം. വേണ്ട ഞാൻ പോയിക്കോളാം. നടന്നു പോവാ. പിന്നെ പിടിക്കണ്ട ബോധം വരും വേണ്ടി പോയിക്കോളാം. പിന്നെ കുരുടിയാണ് ആരെന്താണ് നിന്റെ വിചാരം? അയാള് വരുമോ? വരുവടേ വരും. വരുവാടായി. ഓടച്ച വന്നടാ. ആ അത് തന്നെടാ. ദോരിക്കും. അതന്നെ കൊടുക്ക്. ഞങ്ങളാ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ എത്തില്ലേ? കുടിച്ചിട്ടുണ്ടല്ലേ? ഒരു സകലം ധൈര്യത്തിന്. എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ പറഞ്ഞല്ലേ കുടിക്കാതെ വരുന്നത്. അത് ഈ ജന്മം നടക്കൂല. ഇയാളാരെ? അത് ചോദിക്കാം. നീ ആടാ ഇവിടുത്തെ പ്രിൻസിപ്പൾ അധ്യാപകം പോലെ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല. ഞാൻ ഇവിടുത്തെ പിയൂടാ. എന്നാ പോയി 2 ചായ കൂടെ വാങ്ങിച്ചോടാ. പോടാ. ഇതെന്റെ അപ്പച്ചിയുടെ മോനാണ്. ചവിട്ടാടം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാള് കുടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഇയാള് കുടിക്കൂല. ഇയാള് ഊതിക്കേ. ഊതി പിടിപ്പിക്കാൻ നീ ആടാ പോലീസാണ്. ഇയാൾക്ക് മണമുണ്ട്. അത് ഇന്നലെ കുടിച്ചെന്തായിരിക്കും. ഇയാൾ ഇപ്പൊ കുടിച്ചിട്ടുണ്ട്. ഇയാളെ ഇതിനകത്ത് കയറ്റി വിടാനൊന്നും പറ്റത്തില്ല. എടാ അതിന് ഞാൻ ഇവിടുത്തെ പുതിയ അഡ്മിഷൻ ഒന്നുമല്ല കേട്ടാ. ചങ്ങപ്പണ്ണ പ്രശ്നം ഉണ്ടാക്കല്ലേ. ചവിട്ടാടം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പരിപാടി കുളവാ, അതുകൊണ്ടാണ്. അത് ശരിയാവത്തില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കോളൂ. ഈ കാട്ടുമാസം നേരത്തെ പറയാത്തത് തോക്കെടുത്തുണ്ടെങ്കിൽ വേട്ടാവളിനെ പേടി വെച്ചിടോ. അവരോട് പറ, മര്യാദക്കാണെങ്കിൽ മര്യാദ കേട്ടാ. ചായ ഇവിടെ ഇപ്പൊ കിട്ടണം കേട്ടാ. ചേട്ടാ, നിങ്ങളെ വരവും കാത്ത് ഇവിടെ എത്ര കുട്ടികളെ നിൽക്കണേ. നിങ്ങൾ നമ്മൾ ആവേശമാണ്, മുത്താണ്. നിന്നെയൊക്കെ ഇവിടുത്തെ ആസ്ഥാന കലാകാരന്മാരാക്കിട്ട് ഈ കുരുടി രാജ ഇവിടുന്ന് പോ. നമ്മുടെ മണ്ണിന്റെ രാജാകത്തിൽ രാജാക്കണ്ണാമല്ല.